ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. 2 നിർധന കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നത്തിനുമേൽ കുറ്റിയടിച്ച വനം വകുപ്പ്. 30ഓളം കുടുംബങ്ങളുടെ ഭൂമി തങ്ങളുടേതെന്നാണ് വനം വകുപ്പിന്റെ അവകാശവാദം. നിലമ്പൂർ റേഞ്ചിൽ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ടതും ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ വാർഡിൽ ഉൾപ്പെട്ടതുമായ കാനക്കുത്ത്, ആലോടി മേഖലകളിലാണ് 30ഓളം കുടുംബങ്ങളുടെ ഭൂമിയിൽ പുതിയതായി വനം വകുപ്പ് ജണ്ട സ്ഥാപിക്കാൻ നടപടി തുടങ്ങിയത്. റീബിൽഡ് കേരളയുടെ ഭാഗമായി വനംവകുപ്പ് 2 മാസം മുൻപ് നടത്തിയ സ്കെച്ച് സർവേയിലാണ് 50 വർഷത്തിലേറെയായി കൈവശമുള്ളതും നികുതി അടച്ചുവരുന്നതുമായ കുടുംബങ്ങളുടെ ഭൂമി കയ്യേറ്റ ഭൂമിയായി കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് വനംവകുപ്പ് ജണ്ട സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചാലിയാർ പഞ്ചായത്ത് വീട് അനുവദിച്ച സഹോദരങ്ങളായ മായന്നൂർ നാരായണൻ, മായന്നൂർ നാരായണി എന്നിവരുടെ വീട് നിർമ്മാണം തടയണമെന്നും ഇവർ വീട് നിർമ്മിക്കുന്നത് വനഭൂമിയിലാണെന്ന് കാണിച്ച നിലമ്പൂർ വനം റേഞ്ച് ഓഫീസർ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയതോടെയാണ് നാരായണന്റെയും നാരായണിയുടെയും സ്വന്തമായി തലചായ്ക്കാൻ ഒരു വീടെന്ന സ്വപ്നത്തിന്മേലുള്ള വനംവകുപ്പിന്റെ കുറ്റിയടി നടന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനെ തുടർന്ന് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച വീട് തങ്ങൾ നികുതി അടച്ചുവരുന്ന സ്ഥലത്ത് നടത്താൻ പാടില്ലെന്ന വനംവകുപ്പ് നിലപാടിന് മുൻപിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ സഹോദരങ്ങൾ. കുടുംബവിഹിതമായി 2 പേർക്കും കൂടി ലഭിച്ച 10 സെന്റിലാണ് 2 വീടുകൾക്കായി തറപ്പണി പൂർത്തീകരിച്ചത്. ലൈഫ് ഭവന പദ്ധതിയിൽ ആദ്യ ഗഡുവായ 20,000 രൂപ വീതം ഇരുവർക്കും ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് കരാറുകാരന് പ്രവൃത്തി നൽകിയിരുന്നു. കരാറുകാരൻ 1 ലക്ഷം രൂപയോളം ചിലവഴിച്ച് തറപ്പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. കരാറുകാരന് എങ്ങനെ ബാക്കി പണം നൽകുമെന്ന് അറിയില്ലെന്ന് രോഗി കൂടിയായ നാരായണി പറയുന്നു. ഞങ്ങൾക്ക് ആർക്കും പോകാൻ സ്ഥലമില്ല, വീടുമില്ല. ഞങ്ങളുടെ വീട് പൊളിച്ചെറിഞ്ഞിങ്ങനെ ഞങ്ങൾ നോക്കിക്കുക. ഞങ്ങൾക്ക് കുട്ടികളുമില്ല, മക്കളുമില്ല. പണിക്ക് പോകാനും കൂടി വയ്യ ഞങ്ങൾക്ക്. അങ്ങനെ വയസ്സായി ഇതായി കിടക്കുക. കുട്ടികളെങ്കിൽ നോക്കിക്കോളും, കുട്ടികളും ഇല്ലല്ലോ. ഞങ്ങളിപ്പോൾ എവിടേക്കാ പോവുക? ഞങ്ങൾക്ക് എവിടേക്കും പോകാനില്ല സാറേ. നീതി അടയ്ക്കലുണ്ട് ഞങ്ങൾ. കൊല്ലം ഞങ്ങൾ നീതി അടയ്ക്കുന്നുണ്ട് ഉള്ള പൈസക്ക്. ഞങ്ങൾക്ക് അറിയില്ല. അല്ലെങ്കിൽ പല ബേക്കിൽ പിന്നെ ഇതിട്ട് ഞങ്ങളോട് പറയണം, അല്ലെങ്കിൽ പേരെ കയറ്റരുത് എന്ന്. അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ പഞ്ചായത്ത് കടലാസ് പോയിട്ട് ഞങ്ങൾ അറിഞ്ഞത്. അതുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. വിവാഹം കഴിക്കാത്ത ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. 59-കാരിയായ നാരായണി ജനിച്ചു വളർന്ന സ്ഥലത്താണ് വനംവകുപ്പ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനു മുന്നിൽ 15 വർഷം മുൻപ് വനംവകുപ്പ് സ്ഥാപിച്ച ജണ്ടയുണ്ട്. ഇതും മറികടന്നാണ് വനംവകുപ്പ് പുതിയ ജണ്ടയ്ക്കായി സ്ഥലം തിരിച്ചിട്ടിരിക്കുന്നത്. 65-കാരനായ നാരായണൻ പുതിയ വീട് നിർമ്മിക്കാൻ വേണ്ടി പഴയ വീട് പൊളിച്ചുമാറ്റി താൽക്കാലിക ഷെഡിലാണ് താമസം. വനംവകുപ്പ് തടസ്സമുന്നയിച്ചതോടെ വീടുകളുടെ നിർമ്മാണത്തിനുള്ള 2ാം ഗഡു നൽകുക പഞ്ചായത്തിന് നിയമ തടസ്സമാകും. വനംവകുപ്പ് 2009-ൽ ഈ ഭാഗങ്ങളിൽ സർവേ നടത്തി ജണ്ടകൾ സ്ഥാപിച്ചിരുന്നു. ഇത്തരം നിരവധി ജണ്ടകൾ ഈ ഭാഗത്ത് കാണാം. അന്ന് കയ്യേറ്റ ഭൂമിയായി കണ്ടെത്താത്ത കർഷകരുടെ സ്ഥലങ്ങളിലാണ് വനംവകുപ്പ് പുതിയ അവകാശവാദം ഉന്നയിച്ച് കുറ്റിയടിച്ചത്. പുതിയ ജണ്ടകൾ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാനക്കുത്ത്, ആലുടി ഭാഗങ്ങളിലാണ് പഴയതും പുതിയതുമായ 30ഓളം വീടുകൾ വനംവകുപ്പ് പുതിയ സർവേയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. വനംവകുപ്പിന്റെ പുതിയ സർവേ അംഗീകരിക്കാനാവില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു അനിൽ പറഞ്ഞു. ഇപ്പോൾ വീണ്ടും റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് ഒരു സർവേ നടന്നു. അത് പ്രകാരം ഇപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ ഒരു 10-30 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഒക്കെ 10 സെന്റ് 5 സെന്റുകളുടെ ആളുകളാണ്. അവരുടെ ഭൂമിയുടെ അപ്പുറത്താണ് ഇപ്പോൾ അവർ ജണ്ട സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം സ്ഥാപിച്ച ജണ്ട അവരുടെ അതിർത്തി അല്ല എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഇപ്പൊ വനംവകുപ്പ്. ഇപ്പൊ പുതിയതായിട്ട് ഇവരുടെ ഭൂമിയുടെ സൈഡിൽ ജണ്ട സ്ഥാപിച്ചിട്ട് ഇതാണ് വനഭൂമി എന്നാണ് ഇപ്പൊ അവർ പറയുന്നത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 വ്യക്തികളാണ് ഇവര്. അപ്പൊ അവർക്ക് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് ഇവര്. നമ്മൾ പഞ്ചായത്തിൽ നിന്ന് 20,000 രൂപ 2 വ്യക്തികൾക്കും നമ്മൾ ഗഡു പാസ്സാക്കി അവരത് പ്രകാരം തറ പ്രവൃത്തി ഇവിടെ നടക്കുകയാണ്. ഇനി നമുക്ക് ഇതിപ്പോ അവരുടെ വനഭൂമിയാണ്, ഇനി ഇവിടെ വീട് വെക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇനി ഇവർക്ക് തുക അനുവദിക്കരുത് എന്ന് പറഞ്ഞ് റേഞ്ച് ഓഫീസിൽ നിന്നും ലെറ്റർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വിടുമ്പോൾ നമ്മൾ എന്താ ചോദിക്കുന്നത് വെച്ചാൽ ഈ വ്യക്തികൾ എന്ത് ചെയ്യും? ഇവർക്ക് ഇനി സ്വന്തമായിട്ടൊരു ഭൂമി മേടിച്ചിട്ട് വീട് വെക്കാനുള്ള സാമ്പത്തികമുള്ള ആളുകളല്ല ഇവരിന്ന് പണിക്ക് പോയി തൊഴിലുറപ്പ് കൂലിപ്പണിക്കൊക്കെ പോയിട്ട് അന്നാണ് വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞു പോണ വ്യക്തികളാണ്. 5ഉം 10ഉം സെന്റുകൾ മാത്രമുള്ള നിർധന കുടുംബങ്ങളാണ് ഇതിലേറെയും. ടാപ്പിംഗ് നടത്തിവരുന്ന റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ നിലവിൽ വനഭൂമിയാണെന്നാണ് വനംവകുപ്പ് വാദം. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മഞ്ജു അനിൽ പറഞ്ഞു. വനംവകുപ്പ് നടപടിക്കെതിരെ ശക്തമായ സമരങ്ങൾ നടത്തുമെന്ന് ഭൂമി നഷ്ടപ്പെടുന്ന കുടുംബങ്ങളും പറഞ്ഞു.
ഞങ്ങളിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എല്ലാ പേരെയും പൊളിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ അടങ്ങാറായി. ഞങ്ങൾ 10 ചെറുതായപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അന്ന് ജണ്ട പുറത്ത് കൊടുത്ത് പോയി. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾ ഇത്രയും പ്രായമായി, ഇങ്ങനെ ഞങ്ങൾ എവിടേക്കാണ് പോകണേ? ഇങ്ങനെ ഞങ്ങൾക്ക് പോകാൻ എവിടെയും ഒരു സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കണം എന്നുള്ളതാണ്. ഇവിടെ 1971 മുതൽ ഇവിടെ താമസിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇതിനിപ്പോൾ ഒരു പുതിയ ഓരോരോ നിയമത്തിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഇപ്പോൾ ജണ്ട അപ്പുറത്ത് നിൽക്കുന്നത്, ഇപ്പോൾ ഇപ്പുറത്ത് കൂടെ വേറെ പുതിയ ജണ്ട ഇടാനുള്ള ഏർപ്പാടിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. അത് നടക്കുന്ന ഏർപ്പാടല്ല അന്നെ നമുക്ക് പറയാതെ. വനംവകുപ്പ് സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലം വനഭൂമിയാണെന്നും ഇതെല്ലാം മുൻ കയ്യേറ്റങ്ങളാണെന്നും കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ചർ കെ ഗിരീശൻ പറഞ്ഞു. വനംവകുപ്പ് നിലപാടിൽ ഉറച്ചുനിന്നാൽ നാരായണന്റെയും നാരായണിയുടെയും വീട് നിർമ്മാണം തറപ്പണിയിൽ ഒതുങ്ങും. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor.